അങ്ങനെ ആർക്കേൻ്റെ സീസൺ 2 കണ്ടു. കിടിലെന്ന് പറഞ്ഞാൽ മാത്രം പോലെ വേറെ ലെവൽ സാധനം. ഞാൻ അതിൻ്റെ സീസൺ 1 ഇറങ്ങിയപ്പാടിനെ ഞാൻ ഈ സീസൺ നോട്ടിട്ട് വെച്ചു. അതിൻ്റെ റിവ്യൂ ഞാൻ ഈ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്ര കിണ്ണ ആനിമേഷൻ, അതിൻ്റെ മേക്കിംഗ് കൊണ്ട് ഗംഭീരമായിട്ട് നിൽക്കുന്ന അതിൻ്റെ സീസൺ 1. ഈ സീസൺ 2ലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം ഇവർക്ക് ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആനിമേഷൻ ആയിക്കോട്ടെ എല്ലാം കൊണ്ടും, ഇതിൻ്റെ സ്റ്റോറി പ്ലോട്ട്, ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം നല്ല കിടിലൻ സാധനമാണ്. ഒരു രക്ഷയിലാണോ എന്ന് പറയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു കൊല്ലത്തെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആനിമേഷൻ സീരീസ് കണ്ടിട്ടില്ലെങ്കിൽ അത് ഇത് തന്നെ ആയിരിക്കും. അതിന് ഒരു സംശയമില്ല. അത് എന്ത് പറഞ്ഞാലും അത് ഈ സാധനം തന്നെ ആയിരിക്കും. കാരണം അത്രയ്ക്കും ബ്യൂട്ടിഫുൾ അതിൻ്റെ ആനിമേഷനായിട്ട് പറയാൻ തുടങ്ങിയാൽ ഒരിക്കലും നിർത്തൂല. വാദോരാണ്ട് കുറേ പറയേണ്ടി വരും. അത്രയും ഗംഭീര അതിൻ്റെ ആനിമേഷൻ. ഈ ഒരു ആനിമേഷനിൽ ഉണ്ടാകുന്ന ഫ്ലോവും കാര്യങ്ങളില്ലേ, അതെല്ലാം ഗംഭീര തന്നെ ഈ സീസണിൽ കാണിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ആക്ഷൻ സീക്വൻസിലേക്കെല്ലാം വരുമ്പോൾ അത് ഗംഭീരമാണ്. അതിൻ്റെ പേര് സ്ലോ മോഷൻ അത് കാണണം നിങ്ങൾ. ഇതിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസിൻ്റെ ഒരു ഫാൻ ബേസ് തന്നെ അതിന് ശരിക്കും പറഞ്ഞാൽ. ഒരു സീരീസിൽ ഇമ്മാതിരി ആക്ഷൻ സീക്വൻസ് ഇത്ര ഒരു ഈ ഒരു ആനിമേഷൻ ബെസ്റ്റ് അത്ര ഗംഭീരം നമ്മൾ ത്രില്ലടുപ്പിച്ച് രോമാഞ്ചിഫിക്കേഷൻ തരുന്ന സാധനങ്ങൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഈ ഒരു സീസൺ 2 കണ്ടാൽ എനിക്ക് മനസ്സിലായി അത്ര ഗംഭീരമാണ്. ഈ ഒരു ആർക്കേൻ എന്ന സീസണിൽ ഒരു തീം മ്യൂസിക് ഉണ്ട്. നമ്മൾ ഇമാജിൻ ഡ്രാഗൺസിൻ്റെ എനിമി എല്ലാവരും കേട്ടിട്ടുണ്ടാവും. സോ അത് ഈ സീസണിൽ ഒരു തീം മ്യൂസിക് ആണ്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ അകത്ത് കുറേ മ്യൂസിക് ഇവർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് സീസൺ 1 പോലെ സീസൺ 1 കുറവായിരുന്നു. പക്ഷേ ഈ സീസൺ 2ലേക്ക് വന്നാൽ ഒരു അപ്ഗ്രേഡഡ് വെർഷൻ ആണ്. അത് കുറേ മ്യൂസിക് പാട്ട് വെച്ചിട്ടുണ്ട്. അത് ഭയങ്കര വൈബാണ്. ആ ഒരു മ്യൂസിക് കൊണ്ടാണ് ഈ സീസണിൽ ഓരോ സീൻ റീവാച്ച് ചെയ്യാൻ പറ്റി നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓരോ മ്യൂസിക് നല്ല ഇങ്ങനെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ നമ്മൾ ഇതുവരെ കാണിയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള കോൺസെപ്റ്റും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് ഈ ഒരു ആർക്കേൻ സീസൺ 2 കണ്ടിട്ടുള്ളത്. സോ ആക്ഷൻ സീക്വൻസ് ഒരു രക്ഷയില്ല. നിങ്ങളൊരു ആക്ഷൻ ആനിമേഷൻ സാധനം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം എന്തായാലും കണ്ടേ പറ്റും. പിന്നെ സ്റ്റോറി ലൈൻ എന്ന് പറയുമ്പോൾ അടിപൊളി സ്റ്റോറി ലൈൻ തന്നെയാണ്. ഇതൊരു ഗെയിം അഡാപ്റ്റേഷൻ സീരീസ് ആണ്. ഞാൻ അതിൻ്റെ സീസൺ 1 കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണ്. സോ ഒരു ബെസ്റ്റ് ഗെയിം അഡാപ്റ്റേഷൻ സീരീസിന് ഒരു അവാർഡ് വേണമെങ്കിൽ ഈ സീസണിൽ കൊടുക്കാം. ആൻഡ് ഈ സീസണിൽ വേറെ ഫ്രഷ് ആയിട്ട് കാണിക്കുന്ന ഘടകം എന്ന് വെച്ചാൽ ഇതിനകത്തുള്ള മെയിനായിട്ട് വരുന്ന അധിക ക്യാരക്ടേഴ്സും ഈ ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്. നമ്മൾ അധികം ആക്ഷനുമായിട്ട് സീരീസോ സിനിമകളോ കണ്ടിട്ട് അതിനകത്ത് അധികം ആണുങ്ങൾ തന്നെ ആയിരിക്കും കണ്ടോ. ഇതിനകത്ത് ആണുങ്ങളുണ്ട്, ആണുങ്ങൾക്ക് റോളിലാണെന്നല്ല. ബട്ട് ഇതിനകത്ത് കുറച്ചും കൂടി മെയിൻ ലീഡായിട്ട് വരുന്നത് ഫീമെയിൽ ക്യാരക്ടേഴ്സാണ്. അത് ആൻറ്റഗോണിസ്റ്റ് ആണെങ്കിലും പ്രോട്ടോഗണിസ്റ്റ് ആണെങ്കിലും. ഇതിനകത്ത് ഒരു ആൻറ്റി ഹീറോ, ആൻറ്റഗോണിസ്റ്റ്, പ്രോട്ടോഗണിസ്റ്റ് അല്ല, എല്ലാവരും ഒരു ആൻറ്റി ഹീറോ ടൈപ്പ് ഒരു ക്യാരക്ടേഴ്സ് തന്നെയാണ്. എല്ലാവർക്കും നന്മയും തിന്മയും എല്ലാം ഉണ്ട്. ഇതിൻ്റെ സ്റ്റോറിയോ കാര്യങ്ങളോ ഞാൻ ഒന്നും പറയില്ല. അത് സീസൺ 1 ഞാൻ പറഞ്ഞ കാര്യമാണ്. സീസൺ 1 പോലെയല്ല സീസൺ 2ലേക്ക്. സീസൺ 2 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ജോണറിനെ കുറച്ച് മാറി, അതായത് സൈഫൈ മോഡിലേക്ക് കുറേ കൂടി നല്ലോണം പോകുന്നുണ്ട്. കുറേ ലെയേഴ്സ് ഉള്ള ഒരു സീസൺ ഈ ആർക്കേൻ എന്ന് പറഞ്ഞ സീരീസ്. ഈ സീസൺ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സീസൺ 2 എന്ന് പറയുമ്പോൾ കുറേ ലെയേഴ്സ് ഇവർ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഈ സ്റ്റോറി ലൈനെ കൂടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലക്സിറ്റി ഒക്കെ ചിലവർക്ക് തോന്നാം. പക്ഷേ എന്താ പറയുക, ആ സീരീസ് ഇങ്ങനെ കണ്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. എസ്പെഷ്യലി എൻ്റെ ഫിനാലെ എപ്പിസോഡ് ഇന്നലെയാണ് ഇറങ്ങിയത്. ആക്ട് 3 9ാമത്തെ എപ്പിസോഡ്. സോ 9ാമത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. സോ അതോടെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. ഇതിനകത്ത് അധികം സൈഫൈ എലമെൻസ് ആണ് ചർച്ച ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലക്സിറ്റി ഒക്കെ തോന്നാം. ബട്ട് അത് വലിയ സീനൊന്നുമില്ല. അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് തോന്നില്ല. ഇതിനെപ്പറ്റി നെഗറ്റീവായിട്ടൊന്നും പറയാമെന്നില്ല. ഫുള്ളി പോസിറ്റീവാണ്. ഈ സീസണിൽ എന്ത് സാധനം എടുത്തു നോക്കിയാൽ മ്യൂസിക് ആവട്ടെ, ആനിമേഷൻ ആവട്ടെ, ഇതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ആവട്ടെ, വന്നു പോകുന്ന എല്ലാ സാധനങ്ങളും പോസിറ്റീവാണ്. എല്ലാം വെറൈറ്റി സാധനങ്ങളാണ്. വെറൈറ്റി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം. ഭയങ്കര ഇഷ്ടമായി. ഈ നെറ്റ്ഫ്ലിക്സ് ഇറങ്ങിയ എല്ലാ ആനിമേഷൻ സീരീസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആനിമേഷൻ ഭയങ്കര വ്യത്യസ്തമാണ്. ഇപ്പോൾ ഒരു ബ്ലൂ ഐസ് എന്ന് പറയുന്ന ഒരു സീരീസ് ഇറങ്ങിയിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിൽ. ഞാൻ മുമ്പ് റിവ്യൂ ചെയ്യാണ്. സോ അതിൻ്റെ ഒരു ആനിമേഷൻ വ്യത്യസ്തമാണ് ഈ ഒരു ആർക്കെ എന്ന് പറഞ്ഞാൽ. പക്ഷേ ആർക്കെ എന്ന് പറയുമ്പോൾ അതിനെക്കാട്ടും കുറച്ച് ടോപ്പ് നോച്ചാണ്. ആർക്കെ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. ഈ സീസണിൻ്റെ ഓരോ എപ്പിസോഡും ഞാൻ ഇപ്പോൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഒന്നും കൂടി റീവാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അത്രക്കും ചില സീക്വൻസൊക്കെ അത്രക്കും ബ്യൂട്ടിഫുൾ ആണ്. അത്രക്കും ഗംഭീര സാധനമാണ്. അതിൻ്റെ ആനിമേഷൻ എന്ന് പറയുമ്പോൾ ചില സീക്വൻസൊക്കെ എടുത്ത് നമുക്ക് വാൾപേപ്പർ ആക്കി വെക്കാം സ്ക്രീനിൽ. അമ്മാതിരി സാധനങ്ങളാണ്. അത് ആക്ഷൻ സീക്വൻസിലേക്ക് വരുമ്പോൾ അതിൻ്റെ സ്ലോ മോഷൻ കാര്യങ്ങളും കാണണം. നിങ്ങൾ ഒരു രക്ഷയില്ലാത്ത സാധനമാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. സീസൺ 1 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡബിൾ ത്രിബിൾ അതിൻ്റെ അപ്പുറം പോയി ഈ സാധനം. ഇത് ഫൈനൽ സീസൺ. ഈ സീസൺ 3 കാര്യങ്ങളൊന്നും വരുന്നില്ല. നല്ലൊരു എൻഡിങ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ എല്ലാ സീസൺ നോക്കിക്കഴിഞ്ഞാൽ സീസൺ 2 നിർത്തല്ലേ ഇപ്പോൾ അടുത്തിറങ്ങിയ സീസണിലും. സീസൺ 3 സീസൺ 4 അങ്ങനെ നീണ്ട് പോക്കുണ്ട്. പക്ഷേ ഇത് ഒരു സീസൺ 2 തന്നെ ഒരു ഫൈനൽ സീസണൊക്കെ ഇവർ അവസാനിപ്പിച്ചു. ആൻഡ് ഈ സീസൺ 2 നോക്കിക്കഴിഞ്ഞാൽ ടോട്ടൽ 9 എപ്പിസോഡ്സ് ആണ്. ഇവർ 3 ആക്ട് സ്ട്രക്ചറിലാണ് ഇവർ ഇറക്കിയിട്ടുള്ളത്. ഒരു ആക്ടറിൽ 3 എപ്പിസോഡ് വെച്ചിട്ട്. സോ നല്ലേക്കാനും ഗുണം ചെയ്യുന്നത് ഓരോ വീക്കിലായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്നലെയാണ് ഇതിൻ്റെ ഫൈനൽ ആക്ട് ഇറങ്ങിയത്. എനിക്ക് ഗംഭീര സാധനം തന്നെ. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു ജിങ്സ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഒരു ഏകദേശം മെയിൻ ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ എത്ര ബാഡാസ് ആയിട്ടുള്ള ക്യാരക്ടറാണെന്നുള്ള നിങ്ങൾക്ക് ഈ സീസൺ 2 കണ്ടാൽ മനസ്സിലാവും. ഈ സീസൺ 2 തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറുണ്ട്, ഇഷ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. ആ ഒരു ക്യാരക്ടറിൻ്റെ സ്പോയിലറാണ്, അതുകൊണ്ട് പറയുന്നത്. ആ ഒരു ക്യാരക്ടറിന് ഒരു കൊടുത്തൊരു സാധനമുണ്ട്. രോമാഞ്ചം എന്നെല്ലാം പറഞ്ഞാൽ രോമം എണീച്ചെന്ന് അങ്ങമാരെ സാധനം. ഒരു ഫൈറ്റ് സീക്വൻസിൽ ആ ക്യാരക്ടറിനെ വെച്ച് ഒരു കൊടുത്ത സാധനം ഒരു രക്ഷയില്ല. ആ ഒരു സീക്വൻസ് ശരിക്കും പറഞ്ഞാൽ വാവുന്നുള്ള ഫാക്ടർ ഉണ്ടാവില്ല. ആ സാധനം ശരിക്കും ഞാൻ കണ്ട് അങ്ങനത്തെ കുറേ സീനുണ്ട് ഈ സീരീസിൽ. എസ്പെഷ്യലി ഫൈനൽ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഈ സ്ക്രീൻ പ്ലേ ഒക്കെ പറക്കുവാണ്. സ്ലോമോ പരിപാടി ഒരു രക്ഷയില്ല. ഈ സീസൺ പറ്റി ഇനി എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് തന്നെ മസ്റ്റ് വാച്ച് ഞാൻ പറയുള്ളൂ. ആനിമേഷൻ സീരീസാണ് ഞാൻ ആരും തള്ളിക്കളയാൻ നിൽക്കേണ്ട. ഒരു ഗംഭീര സാധനം തന്നെ നിങ്ങൾ തള്ളിക്കളയാൻ മിസ്സാക്കാൻ പോകുന്നത്. സോ ഒരിക്കലും നിങ്ങൾ മിസ്സാക്കരുത്. കിടിലൻ സാധനം. ആർക്കേൻ ഈസ് ദ ബെസ്റ്റ് വേറെ ലെവൽ സീരീസ്.